ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു നാടൻ മീൻകറിയുമായിട്ടാണ്. ചെമ്മീൻ, മാങ്ങ, മുരിങ്ങയൊക്കെ ഇട്ട് ഒരു നല്ല നാടൻ മീൻകറി. നിങ്ങൾക്കെല്ലാവർക്കും നാടൻ കറികളോടൊരു പ്രത്യേക ഇഷ്ടമാണല്ലോ. നമ്മളെ ചട്ടിയിലൊക്കെ വെച്ചിട്ട് അതിങ്ങനെ കറക്കി ചുറ്റിയെടുത്ത് നമ്മൾ അതിൻ്റെ ഒരു മണമൊക്കെ ആസ്വദിച്ച് വരണ ആ ഒരു മീൻകറി ഉണ്ടല്ലോ, അതൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം ഞാനിന്ന് ആ ഒരു മീൻകറിയാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് മീൻകറി ഉണ്ടാക്കാനായിട്ട് മുരിങ്ങയൊക്കെ ആദ്യം ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുക്കാം. ഈ മുരിങ്ങയൊക്കെ നമ്മുടെ തോട്ടത്തിൽ തന്നെ ഉണ്ടായതാണ് കേട്ടോ. ഇതിൻ്റെ എല്ലാം ഒരു ഡീറ്റെയിൽ വീഡിയോ, നമ്മുടെ കിച്ചൺ തോട്ടത്തിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ നിങ്ങളെ കാണിക്കുന്നതാണ്. അപ്പോൾ മുരിങ്ങയൊക്കെയെല്ലാം ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ മാങ്ങ നമുക്കിവിടെ കിട്ടുന്നതല്ല. നാട്ടിൽ നിന്നൊക്കെ ആരെങ്കിലും വരുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ കാത്തിരിക്കും. മാങ്ങയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് വച്ചിട്ടുള്ള സ്വാദിഷ്ടമായ കറികളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ നമുക്ക് കിട്ടും. സമ്മറിലൊക്കെ ജോർഡൻ വാലി എന്ന് പറഞ്ഞ സ്ഥലത്ത് മാങ്ങ കിട്ടും. ആ സമയത്തൊക്കെ നമ്മൾ വാങ്ങിയിട്ട് അതിനെ ഉപ്പിലിട്ടും ഒക്കെ സൂക്ഷിച്ച് വയ്ക്കും. അപ്പോൾ മാങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുക്കാം. ഞാനൊരു അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ അരപ്പ് റെഡിയാക്കാനായിട്ട്. അത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ചെമ്മീനൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കണം, ചിലർക്ക് ചെമ്മീൻ്റെ അലർജിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ചെമ്മീൻ കറിയൊക്കെ കഴിക്കാനായിട്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി. ഇത് ഞാനൊരു 15 ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. 15 ചെമ്മീൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഫ്രഷ് ചെമ്മീനാണ്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി നമുക്ക് ചെറിയ ഉള്ളിയില്ല, അതിന് പകരം ഒരു സവോള ചെറുതായിട്ടും കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് രുചികരമായ കറിയൊക്കെ ഉണ്ടാക്കാം. സവോള കൂടി കട്ട് ചെയ്തങ്ങ് ഇട്ടിട്ടുണ്ട്. ഉലുവ ചേർത്തിട്ടൊക്കെ, ഉലുവ പൊടി അല്ലെങ്കിൽ ഉലുവയൊക്കെ ചേർത്ത് മീൻകറി വയ്ക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. വെള്ളവും കൂടി ഒഴിച്ച് അരച്ചെടുക്കാം. അതൊന്ന് അരച്ചെടുക്കാം. ഇത് മൺചട്ടിയിലൊക്കെ വയ്ക്കുമ്പോഴാണ് ആ മീൻകറി എന്താ ടേസ്റ്റാണെന്നറിയോ. ഞാൻ നാട്ടിൽ നിന്ന് മൺചട്ടിയെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. നാട്ടിൽ നമുക്കെല്ലാം കിട്ടുമല്ലോ, ഇവിടെ അങ്ങനെ ഒന്നും കിട്ടത്തില്ല മക്കളെ. അപ്പോൾ ഒരു ചട്ടി എടുത്തിട്ട് അതിൽ കുറച്ച് ചെമ്മീൻ, 15 പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് കഴുകി വൃത്തിയാക്കി അതിലിട്ട് കൊടുക്കാം. മാങ്ങ, മുരിങ്ങയൊക്കെ എല്ലാം കട്ട് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ അതിൻ്റെ പാകത്തിനുള്ള അരപ്പും കൂടി ചേർക്കാം. മിക്സിയിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അരപ്പെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് അതിലോട്ട് ഒഴിക്കാം. ഉപ്പൊക്കെ ഈ സമയത്തൊന്ന് നോക്കണം. ആവശ്യമാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. നമ്മളൊരു കണക്കിനാണല്ലോ അത് ഇടുന്നത്, ചിലപ്പോൾ കുറയാം കൂടാം. അതെല്ലാം ഒന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്കൊരു സ്റ്റൗ കത്തിച്ച് അതിലോട്ട് ചട്ടി വെച്ച് കൊടുക്കാം. ഒരു കരിയേപ്പിലേക്ക് ഇട്ട് 2 പച്ചമുളകൊക്കെ ഇട്ട് റെഡിയാക്കി അടുപ്പിലോട്ട് വയ്ക്കാം. മീൻകറി നമ്മൾ വേറെ ഏത് പാത്രത്തിൽ വെച്ചാലും അതിൻ്റെ ഒരു ടേസ്റ്റ് വരത്തില്ല. ചട്ടിയിൽ ചെറിയ തീയിൽ ഇങ്ങനെ കുക്കായി വരുമ്പോഴത്തേക്കാണ് ഒരു പ്രത്യേക ടേസ്റ്റ്. ഒരു ദിവസമാണെങ്കിലും ചട്ടിയിൽ നമുക്ക് ഇരിക്കും, ഒന്നും കേടാവത്തില്ല. ഒരടപ്പൊക്കെ വെച്ച് അടച്ച് ചെറിയ തീയിലിട്ട് കുക്ക് ചെയ്യാം. ഇനി നമുക്കിതിനോട് കുറച്ച് കടുകും കൂടെ, മീനൊക്കെ തിളച്ച് ഒന്ന് പാകമായി വരുമ്പോഴത്തേക്ക് കുറച്ച് കടുക് കൂടി
ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കടുകും മുളക് കറിവേപ്പില 2 ഉലുവയും കൂടി ഇടണമെങ്കിൽ നല്ല മണമാണ്. ചെറിയ ഉള്ളി ചേർത്താലും നല്ല ടേസ്റ്റാണ്. ഉലുവ ഓൾറെഡി നമ്മൾ ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു മണത്തിന് വേണമെങ്കിൽ 2 ഉലുവയും കൂടി നമുക്ക് ആ കടുക് വറുക്കുന്നതിൽ കൂടെ ഇട്ട് കൊടുക്കാം. ആരോഗ്യത്തിന് നല്ല സാധനമാണ് കേട്ടോ ഉലുവ. നമുക്കതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ കൂടുതലാവരുത്, കയ്പായി പോവും. അപ്പോൾ അത് തിളച്ച മീൻകറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ആ വെളിച്ചെണ്ണയിലുള്ള കടുക് വറുത്ത താളിച്ച് വരുമ്പോഴത്തേക്ക് മീൻകറിയുടെ സ്വാദൊന്ന് പ്രത്യേക ടേസ്റ്റാണ്. നല്ല മണമൊക്കെ വരുന്നുണ്ട്, ചെമ്മീനും മാങ്ങയും മുരിങ്ങയൊക്കെ ആയിട്ട്. കുറച്ച് ചോറെടുത്തിട്ട് അതിലിങ്ങനെ ഒഴിച്ച് കഴിക്കാം. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ചെമ്മീൻ മാങ്ങ മുരിങ്ങാക്കറി. ഓക്കെ, ബൈ.